ഞങ്ങളെ രാഷ്ട്രീയമായിട്ട് ഒറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ രാജ്യത്ത് വ്യാപകമായിട്ട് നടത്തി. അതിനുവേണ്ടി ഈ രാജ്യത്ത് നമ്മൾ കണ്ടതാണ്, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള പ്രതിപക്ഷത്തെ കക്ഷികളെല്ലാം ഒരു കൊടുക്കീഴിൽ വരാനുള്ള ശ്രമം നടത്തി. ആ ശ്രമം പൊളിഞ്ഞ് പാളീസായില്ലേ? അതിൻ്റെ മുഖ്യ സംഘാടകനായിരുന്ന നിതീഷ് കുമാർ അടക്കം ഞങ്ങളുടെ കൂടെ വന്നില്ലേ? എത്രയോ തെലുങ്ക് ദേശം 2019 ഇതേപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരെ യോജിപ്പിക്കാനായിട്ട് ഇറങ്ങുകയും BJPക്ക് എതിരായിട്ട് രംഗത്ത് വരികയും ചെയ്ത നേതാവാണ് ചന്ദ്രബാബു നായിഡു. ഇന്ന് ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? അതുപോലെ എത്രയോ പേര്. അപ്പോൾ ഈ രാജ്യമെമ്പാടും ഞങ്ങൾക്കെതിരായിട്ട് അണിനിരത്താൻ പ്രതിപക്ഷം ആരെയൊക്കെ നിരത്തിയോ അവരൊക്കെ ഇവരുടെ വിശ്വാസമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരിക ചെയ്യുന്നേ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ വാതിലടച്ചിടണോ? ഞങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. ജനതാദൾ യു അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇപ്പോൾ അത് അകാലിദൾ വരാൻ പോകുന്നു പഞ്ചാബിൽ. ഞങ്ങൾ ആരെയും ഭയന്നിട്ടില്ല. ഞങ്ങളുടെ കൂടെ വരുന്നവരെ ഞങ്ങളെ സഹോദരങ്ങളെ പോലെ കൂടെ നിർത്തും. ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങൾ സീറ്റ് കൊടുക്കും. അവരെ ജയിപ്പിക്കാൻ വേണ്ടുന്നത് ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതിൽ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ സിദ്ധാന്തമാണ്, ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൂടിയാണത്. അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ തകർന്ന് തരിപ്പണമായത് ഇവരുടെ ഇന്ത്യ മുന്നണിയാണ്. അതിൻ്റെ അവസ്ഥ ഇന്ന് എന്താണെന്ന് നമുക്കറിയാമല്ലോ. എത്ര സ്ഥലത്തുണ്ട് അവരിന്ന്. മമതാ ബാനർജിക്ക് കോൺഗ്രസിനെയും വേണ്ട, CPM-നെയും വേണ്ട. കേരളത്തിൽ CPM-നും കോൺഗ്രസിനും യോജിച്ചു പോകാൻ പറ്റും. നിതീഷ് കുമാറിനെ പാളയത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചതും അപ്പോൾ ആ വിധത്തിൽ എങ്ങനെയൊക്കെ പ്രതിപക്ഷം ഒന്ന് ഐക്യപ്പെടാൻ വരുന്നുണ്ടോ അതിനെ എങ്ങനെ തുരങ്കം വെക്കാമെന്ന് കൂടി BJPയുടെ ഭാഗത്തു നിന്ന് തന്ത്രങ്ങൾ തന്നെ രാഷ്ട്രീയമാണ്. അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് നടക്കട്ടെ. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ VT ബൽറാം, ഇപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് കൂടി. ഞങ്ങളെ 2014-ലും 2019-ലും ഇവരെതിർത്തതാ. 2014 ഭരണത്തിലിരുന്നു കൊണ്ടാണ് UPA ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചത്. ഞങ്ങൾ ജയിക്കില്ല എന്ന് എല്ലാവരും പ്രവചിച്ചതുമാണ്. അന്ന് ഞങ്ങൾ ഏതായാലും EVM ടാമ്പർ ചെയ്തിട്ടില്ലല്ലോ. മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്നില്ലേ? അവരുടെ സർക്കാരായിരുന്നില്ലേ? അവരുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷത്തിലൂടെ 2014 അധികാരത്തിൽ വന്നില്ലേ? 2019 ഞങ്ങൾ കൂടുതൽ ശക്തമായിട്ടാണ് അധികാരത്തിൽ വന്നത്. 2019 303 സീറ്റുണ്ടായിരുന്നു BJPക്ക്. 2024 ഞങ്ങൾ ലക്ഷ്യമിടുന്നത് 400 സീറ്റാണ്. അത് ഞങ്ങൾ നേടും. ശരി, അതിനുള്ള ജനപിന്തുണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുക.